പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ SFI ഒരു പോസ്റ്റർ പതിച്ചിരുന്നു. ആ പോസ്റ്റർ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പരിഹസിക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു പതിപ്പിച്ചിരുന്നത്. ആ പോസ്റ്ററിന് മറുപടി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് CPIM കോഴി ഫാം എന്നെഴുതിയ പോസ്റ്ററുകളാണ് പതിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് SFI അതിക്രമിച്ച് കയറിയിട്ട് ഒരു പോസ്റ്റർ പതിച്ചിരുന്നു. കന്റോൺമെന്റ് ഹൗസിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോഴി എന്നുള്ള ഉപമ ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പൂവാലം കോഴികൾക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ പെട്ടിട്ട് സ്വന്തം അസ്തിത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മൃഗസ്നേഹികൾ പലരും രംഗത്ത് വരികയാണ്. പാവപ്പെട്ട കോഴികളെ ഇതിലേക്ക് എന്തിനു വലിച്ചിഴയ്ക്കുന്നു? പൂവൻ കോഴിക്ക് പ്രകൃതി സിദ്ധമായിട്ടുള്ള ഒരു ദൗത്യമാണ് കാണുന്ന പിടകളെയെല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ഇണചേരുകയും മറ്റും ചെയ്യുക എന്നുള്ളത്. അത് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനും അവയുടെ ജീവസന്ധാരണത്തിനും പ്രത്യുൽപാദന പ്രക്രിയയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രകൃതിയിലെ ഒരു കടമയാണ്. അതിനെ പുരുഷന്മാരിൽ ചിലരുടെ അമിതമായിട്ടുള്ള ആസക്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ആരോപിക്കപ്പെടാനും ഉപമിക്കപ്പെടാനും മാത്രം എന്തിനാണ് കോഴികളെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത്? പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട സമരം നടത്തിയപ്പോഴൊക്കെ കോഴികളെ അവിടെ കൊണ്ടുവരികയും വെയിലത്ത് നിർത്തി നിരവധി നേരം സമരം ചെയ്യുകയും ഉന്തിലും തള്ളിലും പെട്ട് കോഴികൾക്കും അതിനിടയിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാവുകയും കുറേ നേരമായിട്ട് വെള്ളമോ ഒരു അരിമണിയോ കിട്ടാതിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പരാതി ഒരു ഭാഗത്ത് പോവുകയുണ്ടായി. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ CPIM കോഴി ഫാം എന്നുള്ള പോസ്റ്റർ കൂടി ഒട്ടിച്ചുകൊണ്ട് കോഴി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികമായ ദുരർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ വളരുന്നു.